നിന്നെ താങ്ങി നിൽക്കുന്ന കാമിതയടക്കം ഹിന്ദു ജനവിഭാഗത്തെ പറ്റിച്ചു തിന്നു മൂജിച്ച് ജീവിക്കുന്ന കാര്യം ഇന്ന് ജനങ്ങൾക്കറിയാം. എടി, തലയിൽ നിന്ന് തുണി പറിച്ചെറിഞ്ഞ് ദേഹത്തുള്ള തുണികളും മാറ്റി കൂത്താടാനായിട്ട് മതത്തിന്റെ വേലിക്കെട്ട് പൊട്ടിച്ച് വെളിയിൽ ചടി വന്ന പന്നിക്കുണ്ടായവളുമാരെ, ഈ ഊള 10 പന്നിക്കുണ്ടായ ഈ തലയിൽ നിന്ന് തട്ടമൂരി എറിഞ്ഞ ഈ പന്നികളെ, ഈ 10 പന്നിക്കുണ്ടായ ഇവളുമാരെ മുക്കാലിൽ കെട്ടി അടിക്കേണ്ട സൈസാണ്. മുക്കാലിൽ കെട്ടി അടിക്കണം. അവള് ഫോട്ടോ മാഗസിനും കാണിച്ചു വന്നിരിക്കുന്നു. ഇവള് പലർക്കും ഫോട്ടോ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും കേസ് വന്നു. ആർക്കാ കേസ് വരാത്തത്? സുരേഷ് ഗോപിക്ക് കേസ് വന്നു, മോഹൻലാലിന് കേസ് വന്നു, ദിലീപിന് കേസ് വന്നു, ജയിലിൽ വരെയായി. ജീവനില്ലാത്ത ആ ഫോട്ടോ വാങ്ങി വെച്ച എല്ലാ സെലിബ്രിറ്റികളുടെയും ഫിലിം സ്റ്റാറുകളുടെയും വീട്ടിൽ കേസ് വന്നിട്ടുണ്ട്. ഇവളുടെ ഗതി എന്താണ്? ഈ ഫോട്ടോ വരച്ച ഇവളുടെ ഗതി എന്താണ് ഇന്ന്? എനിക്ക് ഇങ്ങനെയല്ല സംഭവിക്കുന്നത്, എന്റെ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവള് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഇതൊക്കെ. ഇവർക്ക് നല്ല പോലെ പ്രതിഫലിച്ചിട്ടുണ്ട് അന്നത്തെ ആ ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സംഭവം. അന്ന് ഇവള് പറഞ്ഞുണ്ടാക്കിയത് ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തതാണെന്ന്. എന്നെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് തന്നത് നിനക്ക് കൂത്താടാനല്ല. നീ ഒരു നിമിഷം വിശ്വസിച്ചു. കമന്റ് ഇട്ടവളെ കൊണ്ടുവന്നിട്ട് നിനക്ക് പെലയാട്ട് പറയാൻ കൊണ്ടുവന്നിട്ട് തന്നതാണെന്ന്. ഒരിക്കലും ഇല്ലടി. നിന്നെ ഓടിക്കാനുള്ള ആദ്യത്തെ ആണി അടിച്ച് ആദ്യത്തെ കരി നീക്കിയതായിരുന്നു ഗുരുവായൂരപ്പൻ. ഞാൻ കുറച്ച് നാണം കെട്ടു, ശരി, ഗുരുവായൂരപ്പന് വേണ്ടി ഞാൻ നാണം കെട്ടോളാം, ഇനിയും കെട്ടോളാം. പണത്തിന് വേണ്ടി, വയറ് നിറയ്ക്കാൻ വേണ്ടി മതത്തിനെ വലിച്ചെറിഞ്ഞ് ചവിട്ടിക്കൂട്ടിയിട്ട് വരുന്ന നിന്നെയൊക്കെ എങ്ങനെയാണ് ഈ ഹിന്ദുക്കൾ വിശ്വസിക്കുക? പറയടി, 10 പന്നിക്ക് പിഴച്ചുണ്ടായവളുമാരെ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവളെന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഒട്ടും കൂടുതലില്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവളുമാർക്ക് വേണ്ട കറക്റ്റ് മറുപടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അവള് മാഗസിൻ കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഈ മാഗസിൻ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും ചെയ്യേണ്ടത് ഈ മാഗസിൻ അടുപ്പിലിട്ട് കത്തിച്ചു കളയുക എന്നുള്ള ഒരു കാര്യമാണ്. നീ അത് അടുപ്പിലിട്ടിട്ട് ഇനി ചുട്ടെരിച്ച് കളഞ്ഞോ? നിന്നെ ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാത്ത തരത്തിലേക്ക് ഗുരുവായൂരപ്പൻ ആക്കിയിട്ടുണ്ട്. അതാണ് ഗുരുവായൂരപ്പന്റെ പവർ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അത്രയും മതി. ഞാൻ അമ്പലനടയിൽ കിടന്ന് നാണം കെട്ടു, സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഞാൻ നാണം കെട്ടു. എന്തിന്റെ പേരിൽ? ഗുരുവായൂർ അമ്പലത്തിന്റെ പേരിൽ, ഗുരുവായൂരപ്പന്റെ പേരിൽ ഞാൻ നാണം കെട്ടവളാണ്. നാണം കെട്ടവള്. എൻ്റെ നാണക്കേട് മാറ്റണമെങ്കിൽ ഈ ജനങ്ങൾ ആരും വിചാരിച്ചാൽ കഴിയില്ല, ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം. എനിക്കുണ്ടായ നാണക്കേടും മാനക്കേടും മാറ്റണമെങ്കിൽ ഗുരുവായൂരപ്പൻ വിചാരിക്കട്ടെ. അന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നെ നാണം കെടുത്തിക്കൊണ്ടാണെങ്കിലും ഗുരുവായൂരപ്പന്റെ നടയിലുള്ള നിന്റെ അഴിഞ്ഞാട്ടം നിർത്താൻ വേണ്ടി എന്നെ കരുവാക്കിയതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കാണ്, സന്തോഷപൂർവ്വം. അപ്പോഴൊക്കെ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. നിന്നെയൊക്കെ അവിടെ നിന്ന് മണി പോലെ ഓടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. നിന്റെ മതത്തിനെയും മതക്കാരെയും നീ തള്ളി പറഞ്ഞ പോലെ ഹിന്ദു സമൂഹത്തിൽ വന്നിട്ട് അഴിഞ്ഞാടി അവർക്കിടെ കാശ് കൊണ്ട് നിന്റെയും നിന്റെ കുടുംബക്കാരുടെയും പള്ള വീർപ്പിക്കാൻ, 5-6 നേരം തിന്നണ്ടേ പന്നികൾക്ക്, പള്ള വീർപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റിയടി, നിനക്ക് തെറ്റി. എന്നും ഒരു സമൂഹത്തെ പറ്റിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്കിടെ വിചാരം എന്നും ഈ കുളത്തിൽ നല്ല മീനുകളുണ്ട്, നല്ലോണം പിടിച്ച് നല്ലോണം തിന്നാമെന്നാണ്. കുളത്തിൽ കിടക്കുന്ന മീനുകളെ ചിലപ്പോൾ 1 വട്ടം 2 വട്ടം 3 വട്ടം വരെ പിടിക്കും. 4-ാം വട്ടം പിടിക്കാൻ ചെന്നാൽ ഐറ്റങ്ങൾക്കും മനസ്സിലാവും ഇവര് ചെയ്യുന്നത് എന്താണെന്ന്. ഒരുപാട് നാളൊന്നും ഹിന്ദുക്കളെ പറ്റിച്ച് മൂഞ്ചിക്കാമെന്ന് നീയും നിന്റെ കുടുംബക്കാരും വിചാരിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ മറ്റവള് കാമിതയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കൂലടി. മൂടി വെച്ച സത്യം ഒരു നാൾ പുറത്തു വരും. കള്ളങ്ങൾ പറയുന്നതിന് അധികം നാൾ ആയുസ് ഉണ്ടാവില്ല. ഒരു നാൾ ഈ കള്ളങ്ങൾ പിടിക്കപ്പെടും. കാമിതയുടെ ഒട്ടുമിക്ക ചരിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവള് മൂടി വെച്ച കാര്യങ്ങൾ, ഇവളുടെ വിദ്യാഭ്യാസം, ഇവളുടെ മാപ്പിളമാര് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നും അവള് മുസ്ലിമിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്നിട്ട് അവള് ജുക്തിവാദിയാണ്, ജുക്തിവാദി. നിന്റെ ഈ മാഗസിൻ വെച്ചിട്ട് നിന്റെ ഈ കോണാത്തിലെ കളി കളിക്കുമ്പോൾ നിന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട് എന്താണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, എന്താണ് നിന്റെ ഇപ്പോഴത്തെ നിലവാരം എന്നുള്ളത്. നീ നിലവാരത്തിനെ പറ്റി നീ പറയല്ലേടി, 10 പന്നിക്കുണ്ടായവളെ. നീ അതിനെപ്പറ്റി പറയാനായിട്ടില്ല. നിന്റെ നിലവാരം ഇന്ന് ജനങ്ങൾക്ക് നല്ലോണം അറിയാം. അവളുടെ ഒരു ഉമ്മാന്റെ മാഗസിൻ. എടി 10 പന്നിക്കുണ്ടായവളെ,
എടി അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി മറിച്ച് നോക്കാമെന്നല്ലാണ്ട് ഇനി ഒരു നല്ല വാർത്ത കണ്ണന്റെ പേരും ചേർത്ത് കണ്ണന്റെ പടവും വെച്ചിട്ട് നിന്നെ പറ്റി വരില്ല. നിന്റെ വീട്ടിലുള്ളവരുടെയും അണ്ടാവ് പെരുവയറ് നിറയ്ക്കാനായിട്ട് എന്നും ഹിന്ദുക്കളെ പറ്റിച്ച് മൂഞ്ചിച്ച് തിന്നാമെന്ന് വിചാരിച്ചോ പന്നിക്കൂട്ടങ്ങളെ?